ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പറയാനുള്ളത് ജേണൽ എഴുതുന്നതിനെക്കുറിച്ചാണ്. ജേണൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ജേണൽ എന്നാണ് പറയുന്നത്. പഴയ കാലത്ത് നമ്മൾ എന്താ പറയുക, ഡയറി എഴുതുക, അത് തന്നെയാണ് കാര്യം. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് സംഭവിച്ചു പോയ കാര്യങ്ങൾക്ക്, നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്ലാനിങ് എന്ത് വേണമെങ്കിലും ഈ ബുക്കിൽ എഴുതാം. സാധാരണ നമ്മൾ പഴയ കാലത്ത് ഒരു 90-80 കിഡ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറി എഴുതുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഡെയിലി എന്തൊക്കെ സംഭവിച്ചു എന്ന് എഴുതും. അതിൽ സങ്കടം ഉണ്ടാവാം, സന്തോഷം ഉണ്ടാവാം, എല്ലാം കൂടെ ഒരു മിക്സപ്പാണ് എഴുതുന്നത്. അപ്പോൾ ഇപ്പോൾ ന്യൂ ജനറേഷനിൽ വരുമ്പോൾ ജേണൽ എന്ന് പറയുമ്പോൾ അതിൽ ടൈപ്പ് ഓഫ് ജേണൽസ് ഉണ്ട്. ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചറിനെ, നമുക്ക് ഇന്നുള്ളതിനെക്കുറിച്ച് നന്ദി മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു ജേണൽ. അല്ലെങ്കിൽ എക്സ്പ്രസീവ് ജേണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ എഴുതി വെക്കുകയാണ്. നമുക്കൊരു ഫ്യൂച്ചറിൽ അത് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം, ഡയറി എഴുതുന്നത്. അതല്ലാതെ നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനുകളെക്കുറിച്ച് മാത്രം എഴുതുന്ന ജേണലും എഴുതാം. പക്ഷേ ഞാനൊരു ഫോളോ ചെയ്യുന്നത്, എനിക്കൊരു ബുക്കുള്ളതിൽ ഞാൻ എല്ലാം എഴുതും. എനിക്ക് താങ്ക്സ് ഗിവിങ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു, ഞാൻ കുറച്ച് ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഞാനതൊരു എഴുതുമ്പോൾ താങ്ക്സ് ഗിവിങ് ആയിട്ട് ഒരു 2-3 സംഭവിച്ചത് എഴുതും. അതിനുശേഷം എനിക്ക് നാളെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, അതിൻ്റെ പ്ലാനിങ് അതും ഞാൻ ആ ബുക്കിൽ തന്നെ എഴുതും. പിന്നെ ഞാൻ ഫ്യൂച്ചറിൽ എനിക്കൊരു 5 ഇയേഴ്സ് കഴിയുമ്പോൾ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ 10 ഇയേഴ്സ് കഴിയുമ്പോൾ ഇതൊക്കെ വേണം എൻ്റെ ലൈഫിൽ, അതൊക്കെ ഞാൻ ഇൻ ബിറ്റ്വീനിൽ എഴുതും. അങ്ങനെ എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടുള്ളൊരു ജേണലാണ് ഞാൻ എഴുതുന്നത്. എങ്ങനെയാണെങ്കിലും നമുക്ക് എഴുതുക, നമുക്ക് എക്സ്പ്രസ് ചെയ്യുക. എന്താണ് ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ട്. അവരോടെല്ലാം നമുക്ക് ഉള്ളിലുള്ള ഫീലിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകൾ, ചിലർക്ക് ഒരു വിശ്വാസമുണ്ട്, നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലിക്കത്തില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് വേണ്ടത്. അത് ശരിക്കുമുള്ള കാര്യങ്ങളാണ്. നമുക്കൊരു സീക്രട്ട് പ്ലാനായിട്ട് വേണം നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകളെ വെക്കാൻ. അത് നമ്മൾ ആരോടും റിവീൽ ചെയ്യാൻ പാടില്ല. അതൊക്കെ നേടിയെടുത്തതിന് ശേഷം മാത്രമേ അത് മറ്റുള്ളവരറിയാവൂ. അതല്ല, നമുക്കതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അതല്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുണ്ട്, മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തടസ്സപ്പെടുത്തുന്നവരാണ് എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകൾ, നല്ല പ്ലാനുകൾ, എന്തെങ്കിലും നേടാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ട്, അതൊന്നും ആരോടും പറയാതെ നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയുള്ളൊരു ഫ്രണ്ടാണ് നമ്മുടെ ജേണൽ എഴുതുന്ന ബുക്ക് എന്ന് പറയുന്നത്. ആ ബുക്കിൽ നമുക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതി വെക്കാം. എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അടുത്ത മാസം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം, എൻ്റെ കുക്കിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ എത്ര സ്നേഹത്തോടെ, എൻ്റെ ഹസ്ബൻഡിനെ നോക്കുന്നതിൽ എത്ര സ്നേഹത്തോടെ ഇടപെടാം, ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് എഴുതാം. അതല്ലെങ്കിൽ എനിക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇത്രയൊക്കെ സ്വർണ്ണങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പേരൻസിനെ ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്ക് ചെറിയ രീതിയിലൊരു ബിസിനസ് തുടങ്ങണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇതിൽ എഴുതി വെക്കുക. ജേണൽ എഴുതുക എന്ന് പറഞ്ഞാൽ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. എന്നാ വെച്ചാൽ ജേണലിനെ നമ്മളൊരു ഫ്രണ്ടിനെ പോലെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നു മുതൽ ജേണലൊന്നും എഴുതാതെ, ഒരു ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും ഒരു പ്ലാൻ ഇല്ലാത്തവർ, അങ്ങനെ നമുക്ക് എന്തെങ്കിലും ലൈഫിൽ ആകണം എന്ന് ആഗ്രഹമുള്ളവർ ജേണൽ എഴുതി തുടങ്ങുക. വെറുതെ ഒരു സാധാരണ ബുക്ക് വാങ്ങുക, അതിൽ നിങ്ങൾ എഴുതുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് ഡെക്കറേറ്റീവ് വർക്കൊക്കെ ചെയ്തിട്ട് ആ പേജ് നല്ല കളർഫുള്ളാകുക. ഇന്ന് നമ്മുടെ ലൈഫിൽ, ഇപ്പോൾ ഇന്ന് ഞാൻ എഴുതാൻ പോവുകയാണ് ജേണൽ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് എനിക്കൊരു ഗുഡ് ഡേ ആണ്. അപ്പം ഞാൻ ആ പേജ് എഴുതുമ്പോൾ ഇച്ചിരി ഡെക്കറേറ്റീവായി, ഇച്ചിരി കളറൊക്കെ അടിച്ച്, അല്ലെങ്കിൽ നല്ലൊരു ഫ്ലവറിൻ്റെ പിക്ചറൊക്കെ മുറിച്ചൊട്ടിച്ച് അങ്ങനെ കളർഫുള്ളാക്കാം. അങ്ങനെ നമ്മുടെ ഒരു ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുക, അല്ലാതെ എങ്ങനെ വേണേലും എഴുതാം. നമുക്ക് മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ വേണ്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനിങ് എല്ലാം ഒരു സൈഡിലത്തെ ബുക്കിൻ്റെ ഒരു സൈഡിലും, ഇന്ന് ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ ഒരു സൈഡിലും എഴുതുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് താങ്ക്സ് ഗിവിങ്, ഡെയിലി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ അത് നന്ദി പറയണമെങ്കിൽ ഇന്ന് നിങ്ങൾ എഴുതിയ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എഴുതിയതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒരു 3 ലൈൻ അതിന് കൊടുക്കുക. ഇന്ന് ഞാൻ ഇന്ന ഒരു വ്യക്തി എനിക്ക് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഐ ആം വെരി താങ്ക്ഫുൾ ടു ദാറ്റ് പേഴ്സൺ എന്നൊക്കെ ഇങ്ങനെ എഴുതുക. ഇങ്ങനെ നമ്മളൊരു ജേണൽ എഴുതി തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വേഗം തന്നെ അതിലൂടെ ആഗ്രഹിക്കുന്നതിലൂടെ സഫലമാണ്. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായില്ല, എന്താണ് ജേണൽ എന്ന്, എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ജേണൽ എഴുതണം എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയത് 2025 തന്നെയാണ്. അപ്പോൾ ജേണലിനെ കുറിച്ചൊക്കെ കേട്ടു മനസ്സിലാക്കി ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് ഡയറി അങ്ങനെ ബുക്കൊന്നും അവൈലബിൾ അല്ലായിരുന്നു.
അപ്പം ഞാൻ വൈറ്റ് പേപ്പർ ഒരു 5-6 എടുത്തിട്ട് ഞാനത് മടക്കി ഒരു ചെറിയ ബുക്ക് പോലെ ആക്കിയിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇത് ഒരു പ്രാവശ്യം ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഈ 5 പേപ്പറും കഴിഞ്ഞു. എൻ്റെ വിഷൻ, എൻ്റെ 2025 ഞാൻ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നു, ഇതിപ്പോൾ അത് തീർന്നു. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഞാൻ വീട്ടിൽ ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ബുക്കൊന്നും വാങ്ങാൻ പോയില്ല. പിന്നെ ഞാൻ അതുപോലെ ഒരു 10 പേപ്പറും കൂടെ എക്സ്ട്രാ എടുത്ത് ഞാൻ അതുപോലെ തന്നെ മടക്കി ബുക്കാക്കി എഴുതി. അത് കഴിഞ്ഞ് ഇത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജേർണൽ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം എഴുതുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതാനുണ്ട്, നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. അങ്ങനെ ഞാൻ അതും മാറ്റിവെച്ചു. പിന്നെ ഞാനൊരു ബുക്ക് വാങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഇത് എനിക്ക് സ്വന്തമായിട്ടൊരു ബുക്ക് കിട്ടി. ഇതിൽ എൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡയറി എഴുതുന്ന പോലെ. അപ്പോൾ എനിക്ക് എഴുതാൻ ഒത്തിരി ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഒരു ഡയറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പേജൊക്കെ വേഗം തീർന്നു പോകും. അങ്ങനെ ഞാൻ നീളമുള്ള A4 സൈസിൻ്റെ തന്നെ ഒരു ബുക്കാണ് വാങ്ങിയിട്ട് ഞാൻ ആദ്യത്തെ പേജ് തന്നെ എൻ്റെ ഒരു രീതിയിൽ ഇച്ചിരി കളറൊക്കെ ചെയ്ത്, ഈ സ്റ്റിക്കി നോട്ടിനകത്ത് കളറൊക്കെ ചെയ്ത്, എനിക്കൊരു ബേബി ഉണ്ട്, 6 വയസ്സുണ്ട്. അപ്പോൾ അവന് കുറേ കളർ പെൻസിലൊക്കെ അതൊക്കെ ഉപയോഗിച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്തു. അതിനുവേണ്ടി ഞാൻ വേറെ എക്സ്പെൻസും ഇതിനൊന്നും പോയില്ല. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഡേറ്റ് വെച്ചിട്ട് ഓരോന്ന് എഴുതാൻ തുടങ്ങി. ആ തുടക്കം മുതലേ ഞാൻ ഒരു പേപ്പർ പോലും പേജ് പോലും വേസ്റ്റ് ആകാതെ ഞാൻ ഇങ്ങനെ എഴുതി ഓരോ കാര്യങ്ങൾ. എൻ്റെ ഗോൾസ് ഞാൻ എഴുതിയപ്പോഴത്തേക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സോ മെനി ഗോൾസ് ഐ ഹാവ്. സി 37 ഗോൾസ്. ദെൻ ഞാൻ ഓരോ ടെക്നിക്ക് ഞാൻ ഒത്തിരി സുജാർ മോഹൻ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെൻറ്ററുണ്ട്. ഞാൻ പെയ്ഡ് മെമ്പർ അല്ലെങ്കിലും ഞാൻ ഒത്തിരി വീഡിയോസ് കാണുന്നുണ്ട് സുജാ മോഹൻ മാഡത്തിൻ്റെ. അപ്പോൾ അവരുടെ പറയുന്ന വീഡിയോസിൽ പറയുന്ന ഓരോ ടെക്നിക്കുകൾ 11 ടെക്നിക്ക്, ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയുള്ളതൊക്കെ എഴുതി ഞാനിതൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ. പിന്നെ ഞാൻ എഴുത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ഈ ജേർണലിങ് ഇഷ്ടമായി തുടങ്ങിയത്. ഞാൻ അങ്ങനെ ഡെക്കറേറ്റീവ് ആയിട്ടൊന്നുമല്ല എഴുതുന്നത്. ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ ശരിക്കും തന്നെ എനിക്ക് അതിനുവേണ്ടി ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ഒത്തിരി അങ്ങ് എഴുതുക ചെയ്യുന്നത്. ഇത് എഴുതി എൻ്റെ പേനകളൊക്കെ തീരാൻ തുടങ്ങി. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ എഴുതാറില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് എഴുതണം എന്നാണെങ്കിലും ഞാൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി പ്ലാനുകളുണ്ട്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ എഴുതി ഓരോ ദിവസം പിന്നെ താങ്ക്സ്. ഞാൻ സുജാർ മോഹൻ മാഡത്തിൻ്റെ ഒത്തിരി ക്ലാസ്സുകളൊക്കെ കേട്ടതുകൊണ്ട് എനിക്ക് താങ്ക്സ് ഗിവിങ് എല്ലാ ദിവസവും ഒരു 10 കാര്യങ്ങൾ ദിവസവും താങ്ക്സ് ഗിവിങ്ങിന് എഴുതുക. അങ്ങനെ എന്നിട്ട് കൂടാതെ ഞാനിത് എൻ്റെ പ്ലാനുകളൊക്കെ ഒരു സൈഡിൽ എഴുതിയിട്ട് പിന്നെ എനിക്ക് തോന്നുമ്പോൾ എനിക്ക് പ്രസന്റ്ലി ഉള്ള ലൈഫിൽ ഡേയ്സിൽ മന്ത്ലി ഒക്കെ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്ത് ഇതേ ബുക്കിൻ്റെ തന്നെ പുറകുവശം കൊടുത്തു. എന്നിട്ട് എനിക്ക് എൻ്റെ പ്ലാനുകൾ എനിക്ക് പ്രിന്റ് എടുത്തിട്ട് ഒട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ എൻ്റെ പ്ലാനുകളൊക്കെ വരച്ചു. അതിൻ്റെ വേണ്ടി ഞാൻ വലിയ വരയ്ക്കാനൊന്നും എക്സ്പെർട്ട് അല്ലെങ്കിലും വരച്ചു വെച്ചു ഞാൻ. പിന്നെ ഞാൻ അതിൽ എനിക്ക് വേറെ ഞാൻ ടു ഡു ലിസ്റ്റ്, പിന്നെ ഇത് കണ്ടോ ബെസ്റ്റ് കേരള ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പ്ലാനുകൾ അതെല്ലാം ഞാൻ എഴുതി വെച്ചു. പിന്നെ മാഡത്തിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ ഞാൻ ഒത്തിരി കേൾക്കുന്നുണ്ടോ, അതിന് കിട്ടുന്ന പോയിന്റ്സുകളൊക്കെ ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി. ഈ പോയിന്റ്സുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇതെല്ലാം എനിക്ക് വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷവും. പിന്നെ എനിക്ക് ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഈ പറയുന്ന പോയിന്റുകളൊക്കെ എനിക്ക് ഓട്ടോമാറ്റിക്കലി അവരോട് സംസാരിക്കുമ്പോൾ വരികയാണ്, അവരോട് പറയാനും ഒക്കെ വരും എനിക്ക്. അങ്ങനെ ഞാൻ പിന്നെ കാണുന്ന വീഡിയോസിലൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ അതിൻ്റെ പോയിന്റുകളൊക്കെ എഴുതി വെക്കാൻ. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെ ഞാൻ എൻ്റെ ജേണൽ എഴുതാം. എനിക്ക് ജേണൽ എഴുതാൻ ഒരു റൂളും റെഗുലേഷനും ഒന്നുമില്ല. അപ്പം എനിക്ക് പുതിയതായിട്ട് ലേൺ ചെയ്തത് എന്താണ്, അതിനെക്കുറിച്ചും ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളെ കുറിച്ചും ഒക്കെ എഴുതി ബുക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എഴുതാൻ തുടങ്ങി. പിന്നെ ഈ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A4 ഒരു ബുക്കാണ്. കണ്ടോ ഇതിൻ്റെ പേജ്. ഇത് വാങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇതൊന്നും എനിക്ക് പോരാ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിത് വാങ്ങുന്നത് തന്നെ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് 1 month ഒന്നും ആയിട്ടില്ല. അതിനിപ്പോൾ തന്നെ ഇത് ഒരു പകുതി ഞാൻ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഇത് ഇങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ജേണൽ എഴുതുന്നൊന്നും പറഞ്ഞ് ഞാൻ ആരോടും പറയുന്നൊന്നുമില്ല, ഞാൻ തന്നെ എഴുതുവാങ്ങ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഹസ്ബൻഡിന് ബിസിനസ് ഉണ്ട്. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ പോയി, വീക്കെൻഡിൽ ഞാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും പഴയ ഒരു ബുക്ക് കിട്ടി എനിക്ക്. പഴയ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ, ഇത്രയും വലിയൊരു ബുക്ക് കിട്ടി എനിക്ക്. ഞാൻ എന്നിട്ട് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഓഫീസിൽ അറ്റൻഡൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു സ്റ്റാഫിൻ്റെ. അപ്പം ഇപ്പം ഡിജിറ്റലൊക്കെ ആയതുകൊണ്ട് ആരും അറ്റൻഡൻസ് ഒന്നും എഴുതുന്നില്ല, അത് ഓൾറെഡി അവിടെ മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട്.
അപ്പോൾ ആ ബുക്ക് വേസ്റ്റായി. ഇത് കുറേ വർഷങ്ങളായിട്ട് അവിടെ കിടക്കുന്നതാണ്. അപ്പം ഞാനതെടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പേജിലും ഇതിൻ്റെ പുറം ചട്ടയും ഒക്കെ ഓൾറെഡി പോയായിരുന്നു. ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിലുള്ള ക്രയോൺസ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു ഫ്രണ്ട് പേജ് ഉണ്ടാക്കി. ഒരു വൈറ്റ് പേപ്പർ വെച്ച് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തു ഈ ഫ്രണ്ട് പേജ്. എന്നിട്ട് ഞാൻ എൻ്റെ ഇപ്പോൾ 2025 കണ്ടോ, 2025 തൊട്ടിട്ട് ഞാനൊരു 2000 നമുക്കൊരു എത്ര ഏജ് വരെ ജീവിച്ചിരിക്കും എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടല്ലോ. പ്ലാനല്ല, ഏകദേശം ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ I am 40 year old. ഓക്കെ, അപ്പം ഞാനൊരു 50 എക്സ്ട്രായും കൂടി ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് ഇയർ എല്ലാം ഇതിലെഴുതി. ഞാൻ എൻ്റെ ഓൾറെഡി എൻ്റെ ഇത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നൊക്കെ അങ്ങ് പ്രഡിക്റ്റ് ചെയ്യുവാണ്. അറിയത്തില്ലല്ലോ, നമുക്കറിയത്തില്ല. എന്നാൽ ഈ പേജ് ഫുൾ ആവുന്ന രീതിയിൽ എല്ലാ വർഷങ്ങളും ഞാൻ എഴുതി ഒട്ടിച്ച്, ഇത് എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടമാണ്. എന്നാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കളർഫുള്ളാണ്, ഇയേഴ്സൊക്കെ നല്ലപോലെ കാണും. ഓരോ വർഷവും എനിക്ക് ഓരോ പ്ലാനുകളും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഓരോ സമയത്ത് എനിക്ക് എഴുതണം. അതിനുവേണ്ടി ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചു. എൻ്റെ പഴയ ബുക്കിൻ്റെ ഫിനിഷ് ആയിട്ടില്ല എങ്കിലും ഞാൻ എഴുതി വെച്ചു. ഇത് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചുള്ള ഒരു ഇതാണ്, ജേണലിംഗ് ആണ്. ഞാൻ എഴുതാൻ തുടങ്ങി. ജേണലിംഗ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇൻട്രസ്റ്റ്. നമ്മൾ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചില ഫ്രണ്ട്സിനോടോ നമുക്കുള്ളവരോടോ ഒന്നും സംസാരിക്കാനും പറയാനും കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ബുക്കിനോട് പറയാൻ പറ്റും, അല്ലെങ്കിൽ ബുക്കിലോട്ട് എഴുതാൻ പറ്റും. അത് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട്, നമ്മളുടെ ബെസ്റ്റി ആയിട്ട് നമ്മൾ ഈ ജേണൽ എഴുതുന്ന ബുക്കിനെ കാണണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ജേണൽ എഴുതാൻ തുടങ്ങിയത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ്. ദിവസവും എനിക്ക് ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾ പറ്റി ചിന്തിച്ച് നന്ദി പറയുന്നത് വേണ്ടി എഴുതാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ അത് ഞാനൊരു 5-6 ദിവസം എഴുതിയപ്പോൾ തന്നെ ഞങ്ങളുടെ ബിസിനസ്സിൽ ഇമ്പ്രൂവ്മെൻ്റായി, ഞങ്ങളുടെ വീട്ടിൽ സമാധാനം, സന്തോഷം, എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു. പിന്നെ ഞാനങ്ങ് അഡിക്ഷനാണ് പിന്നെ എനിക്ക് അങ്ങോട്ട് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വർക്കൗട്ട് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്.